ഞാൻ ചാക്കീരി അഹമ്മദ് കുട്ടി സ്മാരക GM UP സ്കൂളിലാണുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചേറൂർ UP സ്കൂളിലാണ്. ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഒരുപാട് സംവിധാനങ്ങൾ മീൻസ് നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ഥാപനം. നമ്മുടെ പൊതുവിദ്യാലയം എത്ര മികച്ചു നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ഞാനിവിടെ കാണിച്ചുതരാം. MTSE പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ നടന്നൊരു മത്സര പരീക്ഷയാണ്. അതിൽ 1ാം സ്ഥാനം കിട്ടിയ ഗോൾഡ് മെഡൽ നേടിയ ഒരു പ്രതിഭയെ പരിചയപ്പെടുത്താണ്. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഇത് ഇവിടുത്തെ HM ആണ്, പിന്നെ അധ്യാപകരുണ്ട്, ഇവനെ മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാർ ഇനി ഒരുപാട് പേരുണ്ട്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖം തന്നെ. ഞാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എനിക്ക് MTSE സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ. ഇപ്പോൾ 7th അല്ലേ? വായിക്കുന്ന രീതിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്താണ്, എപ്പോഴാ വായിക്കാറുള്ളത്? ശരിക്കും വായിക്കുക രാത്രി 7 മണി തൊട്ട് 9 മണി വരെയുള്ള ആ ഒരു ടൈമാണ്. ഡെയിലി വായിക്കും? ഡെയിലി. പിന്നെ രാവിലെ നേരത്തെ 6 മണിക്ക് എണീറ്റ് ഒരു 7 മണി വരെ അന്നപ്പം വായിക്കും അല്ലേ? പിന്നെ നേരത്തെ ഒരുപാട് മത്സര പരീക്ഷകൾക്ക് ക്വിസ് മത്സരത്തിനൊക്കെ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ലിറ്റിൽ ജീനിയസ് എന്തോ പറഞ്ഞു. നമുക്ക് ഇവിടുത്തെ HM-നോട് ഒന്ന് ചോദിക്കാം. സാറേ എന്തൊക്കെയുണ്ട്? രവിചന്ദ്രൻ സാറ്. പിന്നെ ഇതെൻ്റെ കുടുംബക്കാരത്തി കേട്ടോ, റിലേറ്റീവ് ആണ്, സെക്യൂരിറ്റി ടീച്ചർ. ഇവനെ മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ്, ഗണിതശാസ്ത്രത്തിന്. HM-നോട് ആദ്യം ചോദിക്കാം. സാർ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരു സംസ്ഥാന തലത്തിൽ നമ്മൾ ചേറൂർ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് എത്തിക്കാൻ ഈ ഒരു പ്രതിഭയ്ക്ക് ഈ ഒരു മിടുക്കന് കഴിഞ്ഞു എന്നുള്ളതിൽ സ്കൂളും നാടും ഒന്നിച്ച് സന്തോഷിക്കുന്നു. ഇവന്റെ പേരെന്താ? അദ്യുത് മനു. പിന്നെ അടിപൊളിയാണ്. ഇത് നമ്മുടെ ഈ സ്കൂളിൽ ഒരുപാട് ഇങ്ങനത്തെ പ്രതിഭകളുണ്ട്. ഒരുപാട് എല്ലാ മേഖലകളിലും പിന്നെ നമ്മുടെ സാംസ്കാരിക കലാ കായിക മേഖലകളിലൊക്കെ, അതുപോലെ LSS USS മേഖലകളിലൊക്കെ നല്ല റിസൾട്ട് ഇവിടുത്തെ കുട്ടികൾ നേടിയെടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരൻ്റെ മക്കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ മക്കളിലെ ഇവിടുത്തെ നല്ല പ്രഗത്ഭരായ നല്ല കഴിവുള്ള അധ്യാപകരുടെ മോട്ടിവേഷനും അവരുടെ സപ്പോർട്ടും കൂടി കൂട്ടിയപ്പോൾ ആ കുട്ടികൾക്ക് നല്ല വിജയം നേടി. അടിപൊളി. എന്തൊക്കെ ടീച്ചറെ പറഞ്ഞു കൊടുക്കിയ വിശേഷങ്ങൾ എന്താണ്? ടീച്ചേഴ്സിന്റെ നല്ല മോട്ടിവേഷൻ ഉണ്ട്, നല്ല കോച്ചിങ് ഉണ്ട്. നല്ല മോട്ടിവേഷൻ. ടീച്ചർ മോട്ടിവേറ്റ് ചെയ്തതിനെ കൊണ്ടാണ് ഞാൻ ശരിക്കും ഫസ്റ്റ് റാങ്ക് കിട്ടാൻ തന്നെ. അത് നല്ലൊരു കൈയടില്ല സാറേ? അതാണ് ടീച്ചറെ. ഓക്കെ. എനിക്ക് പ്രൗഡ് ഉണ്ട്, എൻ്റെ കുടുംബക്കാരത്തിൽ കൂടെ ആവുമ്പോഴേ. അത് വേറെ ഒരു സെൽഫിഷ്നെസ് എനിക്ക് ഇവിടെ ഉണ്ട്. എന്തൊക്കെ സെക്കൻഡ് ടീച്ചർ? ഇവിടെ കുറേ പ്രതിഭകളുണ്ട്. ഇതിനെ പോലെ തന്നെ ഞങ്ങളൊരു മത്സര പരീക്ഷ നടത്തുകയാണെങ്കിൽ അതിന് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടാറുണ്ട്, കുറേ കുട്ടികളുണ്ട്. പിന്നെ അദ്യുത് മനുവിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താലും അവനത് പഠിക്കും. അവന് നമ്മൾ ഏത് ഭാഗം കാണിച്ചു കൊടുത്താൽ മതി, അതിന് അവന് ടൈം കണ്ടെത്തി അതിരുന്ന് പഠിച്ച് അതിൻ്റെ ഫുൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കും. ഒന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉയരത്തിലെത്താനുള്ളൊരു ശ്രമം നടത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ്. അല്ല, ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അങ്ങനെ. ഗവൺമെന്റ് സ്കൂളാണ് ടോപ്പ്. അതെ, ഒരു സംശയമില്ല. അത് ഈ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം കൊടുക്കൂ എന്നുള്ള രീതിയിലാണ് ടീച്ചർ ആയിക്കോട്ടെ, സാറില്ല കൊടുക്കട്ടെ. ഉഷാർ. ഓക്കെ ടീച്ചർ, എന്താ പറയാനുള്ളത്? എന്റെ ആത്മാർത്ഥമായിട്ടുള്ള കൂടെ എന്റെ പേരൻസിന്റെ നല്ല സപ്പോർട്ട് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. അതാണ് കൂടെ നമ്മളും നിന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ പോലെ ആഗ്രഹം? എന്താണ് ഭാവിയിൽ എന്താവാൻ ആഗ്രഹം? എനിക്ക് സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹം. അടിപൊളി. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. അതാണ് കുട്ടികൾക്ക് വേണ്ടതാണ്, ഒരു എയിം വേണമല്ലോ ആദ്യം മുതലേ. ഈ പ്രായത്തിലൊരു ലക്ഷ്യം വേണം. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ രീതിയിൽ എത്താൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ അതിനുള്ള ശ്രമം ഉണ്ടല്ലേ? ഇത് ഈ സ്കൂളിലെ ഒരു മികച്ച ഗായകനാ. ജില്ലാ മത്സരത്തിൽ 1ാം സ്ഥാനമല്ല മോനെ? അടുത്ത് ഹൈസ്കൂളിൽ കയറുമ്പോൾ സംസ്ഥാനത്ത് പോകേണ്ട ആളെ പേര് പറയും. അഷ്ഹൽ. ഓക്കെ. ഒരു പാട്ട് കുറച്ച് പാടിത്തരും എൻ്റെ പ്രേക്ഷകർക്ക്. ഹെറിബിന്നിതാ കേൾകെ ഹല്ലല തങ്ങൾ അറയിലൊരുങ്ങി ഇരിപ്പല ചൊങ്കിലിരിപ്പതിൽ മങ്കയടത്തരുൾ തങ്ങൾ ബിരുത്തിയറുത്തിടവേ ചൊങ്കർ ഹബീബും തരുളവരൊത്തി ഇറങ്ങിയതാവിളി കേട്ടിടവേ കേട്ടി താനമിലിത്തിരി പോലും അരിന്ത്യതി സാധ്യമതല്ല. നോക്കിയങ്ങള് അദ്യുത് മനുവിന്റെ കൂടെ തന്നെ മറ്റൊരു പ്രതിഭ. എത്ര ക്ലാസ്സിലാടാ? 4th. എന്താ പേര് പറയും? അബിൻഷാൻ. ഇപ്പോ ഈ MTSE പരീക്ഷയില് 10th റാങ്ക്. ഗ്രേറ്റ്. അതേപോലെ തന്നെ MTSE പരീക്ഷയിൽ C
CBSE അൺഎയ്ഡഡ് സ്കൂളുകളാണ് കൂടുതൽ പങ്കെടുത്തത്. അവരായിട്ട് മത്സരിച്ചിട്ടാണ്. അതിലായിട്ട് മത്സരിച്ചിട്ട് ഗവൺമെന്റ് സ്കൂൾ വളരെ കുറവുള്ള അവിടെ അതിൽ അവരോട് മത്സരിച്ച് അവിടെ ഓൺ ദി സ്പോട്ട് വിജയികൾക്ക് ഒരു ക്വിസ് നടത്തി. വേറെ ഉണ്ടായിരുന്നു. അതിന് അദ്യുത് മനു ഫസ്റ്റ് റാങ്ക് നേടി. അതിലും ഫസ്റ്റ് റാങ്ക് ഉണ്ട്.